ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹിസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ഓരോ വേണമെങ്കിൽ അള്ളാഹ് രണ്ടിനെ ആണാക്കാൻ പാടില്ലേ? രണ്ടിനെ പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അല്ലാഹു തആല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത, വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിനത്? ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വന്തം പഠിക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിന്റെ മക്കളെ ജനിപ്പിച്ചെടുത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇൻസെസ്റ്റ് ഉണ്ടെന്ന് അവിടെ സ്ഥാപിക്കുക ഉണ്ടോ? അത് പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് 20 പ്രസവത്തിലും ആണും പെണ്ണും മാത്രമായി അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാവോ? എന്നെന്തുകൊണ്ടുണ്ടായി? അത് ഇൻസെസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതെ